അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മിൽ പലരും അഭിമാനപൂർവ്വം പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കും. ഞാൻ പല രാജ്യങ്ങളും കറങ്ങിയ ആളാണ്. പല രാജ്യങ്ങളും ഞാൻ കണ്ടു. യൂറോപ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ്, അവിടെയൊക്കെ ഞാൻ കവർ ചെയ്തു. പല നേതാക്കന്മാരും രാജാക്കന്മാരുമായി സംസാരിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ അതൊക്കെ ഞാൻ കണ്ടു. താജ്മഹൽ കണ്ടു, ബുർജ് ഖലീഫ കണ്ടു. ഇങ്ങനെ ലോകത്തുള്ള പല അത്ഭുതങ്ങളും പല രാജ്യങ്ങളും പല നേതാക്കന്മാരും അവരൊക്കെ കാണാനും ബന്ധപ്പെടാനും അവസരം കിട്ടിയ ആളുകളായിരിക്കും നമ്മിൽ പലരും. അതൊക്കെ അഭിമാനപൂർവ്വം ഓർക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ അതൊക്കെ കാണുന്നത് നല്ലത് തന്നെ, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണേണ്ട ഒന്നുണ്ട്, അത് മാത്രം നമ്മൾ കണ്ടിട്ടില്ല. ബുർജ് ഖലീഫ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി, അതല്ല നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്, നമ്മുടെ ഗോള്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊന്നും കാണലല്ല. ഒന്ന് കാണണം, അത് നമ്മൾ കണ്ടിട്ടില്ല. കാണേണ്ടത് കാണാതെ മറ്റെന്തൊക്കെയോ കണ്ട് അതിൽ അഭിമാനം കൊള്ളുകയാണ്. കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരെയും കൂട്ടി, പക്ഷേ പുതിയാപ്പള മാത്രം അതിലില്ല. നിക്കാഹ് നടക്കുമോ? കൂട്ടേണ്ടവരെ കൂട്ടാതെ മറ്റു പലരെയും കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാണേണ്ടത് നമ്മൾ കാണണം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഐസ് കച്ചവടക്കാരൻ അവൻ ഐസ് വിറ്റിട്ട് വേണം തൻ്റെ കുടുംബം പുലർത്താൻ. അവന് രാവിലെ ഐസ് കൊട്ടയുമായിട്ട് പോയി. അവൻ റോട്ടിൽ നിന്ന് ഓരോ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അത് നോക്കി നിന്നു. സർക്കസുകാരൻ്റെ സർക്കസ്, പാമ്പാട്ടിയുടെ കളിപ്പിക്കുന്ന രംഗം, അതൊക്കെ ആസ്വദിച്ചു. പിന്നെ കുറേ കഴിഞ്ഞ് ഐസ് കൊട്ടയുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അത് അലിഞ്ഞു തീർന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതം ഐസ് പോലെ അലിഞ്ഞു തീരുകയാണ്. നമ്മുടെ ലക്ഷ്യം മറന്നുകൊണ്ട് മറ്റു പലതിലും മുഴുകിപ്പോവുകയാണ്. എന്താണ് ലക്ഷ്യം? അതാണ് ഖാലിൽ ഇമാമു സുഹ്റവർദി ഖുദ്ദിസ വൽ മഖ്സിദുൽ അഅ്ലൽ മുശാഹത്തുൽ ഉല. നമ്മുടെ ലക്ഷ്യം താജ്മഹൽ കാണലല്ല, ബുർജ് ഖലീഫ കാണലല്ല, ലോകാത്ഭുതങ്ങൾ കാണലല്ല. പിന്നെ എന്താണ് കാണേണ്ടത്? വൽ മഖ്സദുൽ അഅ്ല, നമ്മുടെ പ്രധാന ലക്ഷ്യം, ഗോൾ, ലൈഫിൻ്റെ പർപ്പസ് അൽ മുശാഹത്തുൽ ഉല, റബ്ബിനെ കാണലാണ്, അള്ളാഹുവിനെ കാണലാണ്. അത് നമ്മൾ കണ്ടിട്ടില്ല. അത് കാണാൻ നമുക്ക് അവസരമുണ്ടാവണം. 50ഉം 60ഉം ഒക്കെ വയസ്സായി നമ്മുടെ ജീവിതം ഐസ് പോലെ അലിഞ്ഞു തീരുന്നതിൻ്റെ മുമ്പ് റബ്ബിനെ കാണണം. എങ്ങനെ കാണേണ്ടത്? അൽ മുശാഹത്തു റബ്ബി ബി ഐനെ ബസീറത്തി, അകക്കണ്ണുകൊണ്ട്, ഉൾക്കാഴ്ച കൊണ്ട് റബ്ബിനെ കാണാൻ കഴിയണം. അൽ മഖ്സുദുൽ അഅ്ലാ ഫി മുജാഹത്തിൻ നഫ്സി വറിയാളാത്തിഹ, സ്വന്തം ശരീരത്തോട് സമരം ചെയ്യുക, യുദ്ധം ചെയ്യുക, ജിഹാദ് ചെയ്യുക. അങ്ങനെ ജിഹാദ് ചെയ്തുകൊണ്ട് ഉന്നതമായൊരു കാഴ്ചയുണ്ട്, അത് റബ്ബിനെ കാണലാണ്. അതിന് സാധ്യമാവണം. അതെങ്ങനെ സാധ്യമാവുക? അതിൻ്റെ വഴിയും മഹാനവറുകൾ പറയുന്നു. വല്യുക്സിറുൽ അബ്ദു തിലാവത്ത മുക്സിറ ലിക്രം ബി ത്വയ്യിബി കലിമത്തി മുത്തബത്തില. അതുകൊണ്ട് ഈ റബ്ബിനെ കാണാൻ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുക, അധിക സമയം ഖുർആൻ പാരായണം ചെയ്യുക. ഫല്യുക്സിറുൽ അബ്ദു, ഒരു അടിമ അധികരിപ്പിക്കട്ടെ, അത്തിലാവത്ത, ഖുർആൻ പാരായണം. മുക്സിറൻ ലിക്രം ബി ത്വയ്യിബി കലിമത്തി മുത്തബത്തില, അതേപോലെ തന്നെ ത്വയ്യിബായ കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റും അധികരിപ്പിക്കുക. അങ്ങനെ ഖുർആൻ പാരായണവും തഹ്ലീലുമൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടെത്തണം. അതാണ് ഒരു മനുഷ്യൻ്റെ പർപ്പസ്, അവൻ്റെ ലക്ഷ്യം, അവൻ്റെ ഗോള് അതായിരിക്കണമെന്ന് മഹാനായ ഇമാം സുഹ്റവർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. കാന ഫഖീഹൻ ഷാഫിയൻ കസീറുൽ ഇജ്തിഹാദി ഫിൽ ഇബാദത്തി വ റിയാളയിലും അതേപോലെ ഇബാദത്തിലുമൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന മഹാനാണ്, ഷാഫി പണ്ഡിതനാണ് മഹാനായ സുഹ്റവർദി ഇമാം. മഹാനവറുകൾ 539 ഹിജ്റ ജനിക്കുകയും
ഹിജ്റ 532 വഫാത്ത് ചെയ്ത വലിയ പണ്ഡിതനാണ്. അപ്പോൾ റബ്ബിനെ കാണാൻ കൊതിക്കുന്ന ഏതൊരാളും ഖുർആൻ പാരായണത്തിനും ദിക്റിനും, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലാനും കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് തൻ്റെ ആ കണ്ണുകൊണ്ട് റബ്ബിനെ കണ്ടെത്തുക. അള്ളാഹു സാധിപ്പിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.